ലവ് പീസ് ആൻഡ് ജോയ്. മോർണിംഗ് ഡേ കണ്ടാലോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ആദ്യം തന്നെ നമ്മുടെ തൈറോയിഡിൻ്റെ മരുന്നാണ് കഴിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആകാൻ വേണ്ടി ബാത്റൂമിലോട്ട് പോയി. പിന്നെ നമ്മുടെ ബെഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗൊക്കെ റെഡിയാണ് കേട്ടോ. എപ്പോൾ വേണമെങ്കിലും നമ്മൾ പോകാൻ റെഡി ആയിട്ടിരിക്കുന്നതാണ്. എൻ്റെ റൂട്ടീൻ, എൻ്റെ അടുത്ത് തന്നെ ഉള്ള കുറച്ച് പ്രയറും റോസറീസൊക്കെയാണിത്. പിന്നെ ഒന്ന് റെഡിയായി. അതെ, ഇത് എൻ്റെ പ്രൊഡക്റ്റീവ് റൂമാണ്, പ്രൊഡക്റ്റീവ് വർക്ക് സ്പേസ്. ചായ കുടിച്ചത് കൊണ്ടേ വെക്കാൻ മറന്നുപോയി കൈ. പിന്നെന്താ, ഷുഗർ നോക്കണം ഫാസ്റ്റിങ്ങിൽ, അല്ലാതെ പറ്റില്ലല്ലോ. ജസ്റ്റേഷൻ ഡയബറ്റിക്സ് ഉള്ളതുകൊണ്ട് അതില്ലാതെ പറ്റില്ല. പിന്നെ ഈ സ്റ്റെപ്പ് ഇറങ്ങുന്നത് എനിക്ക് കുറച്ച് പണിയാണ്, പേടിയുള്ളൊരു കാര്യമാണ്. പിന്നെ കിച്ചൺ ഇങ്ങനെ നേരെ വരുമ്പോൾ തന്നെ നല്ല വൃത്തിക്ക് കിടക്കുന്നത് കാണാൻ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ രാവിലെ ഞാൻ 2 മുട്ടയാണ് കഴിക്കുന്നത്. എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരെണ്ണം താഴെ വീണ് പൊട്ടിപ്പോയി കൈസ്. എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ വിശന്നപ്പോൾ അവിടെ തന്നെ നിന്നിട്ട് അങ്ങോട്ട് കഴിച്ചു. അതിൻ്റെ ഇടയിൽ കൂടി ചായ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ റീസൈക്ലിംഗ് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ സെഗ്രിഗേറ്റ് ചെയ്തു. പാത്രമുള്ളതെല്ലാം കഴുകി വെച്ചു. അപ്പോൾ നമ്മുടെ ചായ അധികം കടുപ്പത്തിൽ കുടിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല വെയിലുള്ളതുകൊണ്ട് ഞാൻ തുണിയൊക്കെ അലക്കാനിട്ടു. അത് കഴിഞ്ഞ് ബാക്ക് യാർഡിൽ നടക്കാൻ പോയി. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. നമ്മളുടെ ബാക്ക് യാർഡിലെ ഫസ്റ്റത്തെ ഫ്ലവർ, യെസ്, ഡാൻഡിലിയൻസ് ആണ്. വരും ദിവസങ്ങളിൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാവട്ടെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.